നമ്മൾ ഇന്ന് LP UP എക്സാമിന് വേണ്ടിയിട്ടുള്ള ടോപ്പിക് വൈസ് കറണ്ട് അഫെയർ സീരീസാണ് നോക്കുന്നത്. ആദ്യത്തെ ചോദ്യം, ചൊവ്വയിലെ ജലസാന്നിധ്യം പഠിക്കാൻ നാസ വിക്ഷേപിക്കാൻ ഒരുങ്ങുന്ന സൗരോർജ്ജ വിമാനം, അതിൻ്റെ പേരാണ് മാഗി. ചൊവ്വയിലെ ജലസാന്നിധ്യം പഠിക്കാൻ നാസ വിക്ഷേപിക്കാൻ ഒരുങ്ങുന്ന സൗരോർജ്ജ വിമാനമാണ് മാഗി. കൂട്ടമായുള്ള ഡ്രോൺ ആക്രമണങ്ങൾ നേരിടാൻ ഇന്ത്യൻ കരസേന തദ്ദേശീയമായി വികസിപ്പിച്ച ഹൈബ്രിഡ് ആൻറ്റി ഡ്രോൺ സിസ്റ്റത്തിൻ്റെ പേരാണ് ഗംഗ. അപ്പോൾ ഡ്രോൺ ആക്രമണങ്ങൾ നേരിടാനായിട്ട് ഇന്ത്യൻ കരസേന വികസിപ്പിച്ച ഹൈബ്രിഡ് ആൻറ്റി ഡ്രോൺ സിസ്റ്റമാണ് ഗംഗ. 2024 വികസിപ്പിച്ച സെർവിക്കൽ ക്യാൻസറിനുള്ള പ്രതിരോധ കുത്തിവയ്പ്പാണ് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് വാക്സിൻ. അപ്പോൾ സെർവിക്കൽ ക്യാൻസറിനായിട്ടുള്ള പ്രതിരോധ കുത്തിവയ്പ്പാണ് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് വാക്സിൻ. ഇന്ത്യ നിർമ്മിച്ച ബ്രഹ്മോസ് മിസൈൽ ആദ്യമായിട്ട് കയറ്റുമതി ചെയ്ത രാജ്യം ഫിലിപ്പീൻസാണ്. ഫിലിപ്പീൻസിനാണ് നമ്മൾ ആദ്യമായിട്ട് കയറ്റുമതി ചെയ്തത്. ലോക കുഷ്ഠരോഗ നിർമ്മാർജ്ജന ദിനം ജനുവരിയിലെ അവസാനത്തെ ഞായറാഴ്ചയാണ്. ഈ വർഷം അത് ജനുവരി 28-നായിരുന്നു. ഈ വർഷത്തെ തീം ബീറ്റ് ലെപ്രസി എന്നുള്ളതാണ്. അപ്പോൾ ജനുവരി 28 തീം, ഓർത്തിരിക്കുക, ബീറ്റ് ലെപ്രസി. ഇനി ഉപഗ്രഹങ്ങളെ എത്തിക്കുന്ന റോക്കറ്റുകൾ മറ്റ് രീതിയിൽ വീണ്ടും പ്രയോജനപ്പെടുത്താൻ 2024 ജനുവരിയിൽ ISRO വിജയകരമായി പരീക്ഷിച്ച ദൗത്യമാണ് പോയിം 3. പോയിം 3 PSLV ഓർബിറ്റൽ എക്സ്പെരിമെൻ്റൽ മൊഡ്യൂൾ എന്നാണ് അതിൻ്റെ പൂർണ്ണരൂപം. ISROയുടെ പുതിയ ദൗത്യമാണ് പോയിം 3. ഇനി 2024 ജനുവരിയിൽ ഇറാൻ വിജയകരമായി പരീക്ഷിച്ച ഉപഗ്രഹങ്ങളാണ് മഹ്ദ, അത് ഗവേഷണത്തിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു മഹ്ദ. കൈഹാൻ 2 അത് വാർത്താവിനിമയ ഉപഗ്രഹമാണ്. ഹത്തീഫ് 1 അത് വാർത്താവിനിമയ ഉപഗ്രഹമാണ്. അപ്പോൾ മഹ്ദ, കൈഹാൻ, ഹത്തീഫ് ഇത് മൂന്നും ഇറാൻ പരീക്ഷിച്ച ഉപഗ്രഹങ്ങളാണ്, വിജയകരമായി പരീക്ഷിച്ച ഉപഗ്രഹങ്ങളാണ്. ഇനി 2024 ജനുവരിയിൽ കേരളത്തിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം ഓന്താണ് വടക്കൻ കങ്കാരു ഓന്ത്. ഇതിൻ്റെ ശാസ്ത്രീയ നാമമാണ് അഗസ്ത്യ ഗാമ എഡ്ജ്. അപ്പോൾ ജനുവരിയിൽ കണ്ടെത്തിയ പുതിയ ഇനം ഓന്താണ് വടക്കൻ കങ്കാരു ഓന്ത്. അഗസ്ത്യ ഗാമ എഡ്ജ് എന്നാണ് ഇതിൻ്റെ ശാസ്ത്രീയ നാമം. ഇനി ഇന്ത്യ സൗദി അറേബ്യ ആദ്യ സംയുക്ത സൈനിക അഭ്യാസമാണ് സദാ തൻസീക്ക്. ഇന്ത്യ സൗദി അറേബ്യ ആദ്യ സംയുക്ത സൈനികാഭ്യാസത്തിൻ്റെ പേരാണ് സദാ തൻസീക്ക്. സംസ്ഥാനത്ത് ആദ്യമായി തുളസി വനം ആരംഭിച്ച ഇക്കോ ടൂറിസം കേന്ദ്രമാണ് കോന്നി ഇക്കോ ടൂറിസം കേന്ദ്രം. അപ്പോൾ സംസ്ഥാനത്ത് ആദ്യമായിട്ട് തുളസി വനം ആരംഭിച്ചത് കോന്നി ഇക്കോ ടൂറിസം കേന്ദ്രത്തിലാണ്. രാജകായമെ എന്ന ഇന അരി വികസിപ്പിച്ചത് സത്യനാരായണ ബലേരിയാണ്. ഇദ്ദേഹം ഒരു മലയാളിയാണ്. 2024 പത്മശ്രീ പുരസ്കാരം ലഭിച്ചിരുന്നു. രാജകായമെ എന്ന അരിയാണ് ഇദ്ദേഹം വികസിപ്പിച്ചത്. സത്യനാരായണ ബലേരി, പേര് ഓർത്തിരിക്കുക. 2024 ജനുവരിയിൽ പശ്ചിമഘട്ടത്തിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം സസ്യമാണ് ആൻഡ്രോഗ്രാഫിസ് തെനിയൻസിസ്. അപ്പോൾ പശ്ചിമഘട്ടത്തിൽ നിന്നും 2024 ജനുവരിയിൽ കണ്ടെത്തിയ സസ്യമാണ് ആൻഡ്രോഗ്രാഫിസ് തെനിയൻസിസ്. ആൻഡ്രോഗ്രാഫിസ് തെനിയൻസിസ്. ഇന്ത്യ വിക്ഷേപിച്ച ഏറ്റവും പുതിയ കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹമാണ് ഇൻസാറ്റ് 3DS. വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ത്യ അടുത്തിടെ വിക്ഷേപിച്ച ഏറ്റവും പുതിയ കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹമാണ് ഇൻസാറ്റ് 3DS. ഓർത്തിരിക്കുക, ഇൻസാറ്റ് 3DS ഒരു കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹമാണ്. 2024 ജനുവരിയിൽ മനുഷ്യ മസ്തിഷ്കത്തിൽ വയർലെസ് ചിപ്പ് വിജയകരമായി ഘടിപ്പിച്ച ആദ്യ കമ്പനിയാണ് ന്യൂറാലിങ്ക്. അപ്പോൾ മനുഷ്യ മസ്തിഷ്കത്തിൽ വയർലെസ് ചിപ്പ് വിജയകരമായി ഘടിപ്പിച്ച ആദ്യ കമ്പനിയാണ് ന്യൂറാലിങ്ക്. ഇത് ഇലോൺ മസ്കിൻ്റെ ഉടമസ്ഥതയിലുള്ള കമ്പനിയാണ് ന്യൂറാലിങ്ക്. ഇനി കേരളം തമിഴ്നാട് തീരത്ത് നിന്നും 2024 ജനുവരിയിൽ കണ്ടെത്തിയ പുതിയ ഇനം ഈലുകളാണ് അരിയോസോമ കണ്ണാണി, അരിയോസോമ ഗ്രാസൈൽ. അപ്പോൾ പുതിയ ഇനം ഈലുകളാണ് അരിയോസോമ കണ്ണാണി, അരിയോസോമ ഗ്രാസൈൽ. കേരളം തമിഴ്നാട് തീരത്ത് നിന്നാണ് ഇത് കണ്ടെത്തിയിട്ടുള്ളത്. അരിയോസോമ കണ്ണാണി, അരിയോസോമ ഗ്രാസൈൽ. ഇനി ഇലക്ട്രിക് മണ്ണ് വികസിപ്പിച്ചെടുത്ത ലോകത്തിലെ ആദ്യത്തെ രാജ്യം എന്ന് പറയുന്നത് സ്വീഡനാണ്. പ്രധാനപ്പെട്ടതാണ്. ഇലക്ട്രിക് മണ്ണ് വികസിപ്പിച്ചെടുത്ത ലോകത്തിലെ ആദ്യത്തെ രാജ്യമാണ് സ്വീഡൻ. ഓക്കെ, അപ്പോൾ നമ്മൾ സയൻസിൻ്റെ ഏരിയയിൽ നിന്നുള്ള ടോപ്പിക് വൈസ് കറണ്ട് അഫെയറുകളാണ് നോക്കിയത് LP UPക്ക് വേണ്ടിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ ക്ലാസ് ഉപകാരപ്പെടുകയാണെങ്കിൽ ഒന്ന് അറിയിക്കുക. അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ബാക്കി ചോദ്യങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്